ഗോപു, നമ്മൾ ഇന്നാള് ആദ്യാദ്യം തുടങ്ങുമ്പം ഒരു എപ്പിസോഡ് ചെയ്തിരുന്നില്ലേ? ആനപ്പുറത്ത് കിടന്നുറക്കം. എനിക്കിങ്ങനെ ഞാൻ വിചാരിക്കുന്നതൊക്കെ ആ കിടക്കുമ്പോ നിനക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചു അതെ അല്ലേ? അതെ അതെ. ആ എപ്പിസോഡ് ആക്ച്വലി എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഇത് കണ്ടു. ഉം. എന്നിട്ട് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, "രഞ്ജു, നിനക്ക് ഇപ്പളും ഉറക്കത്തിന് പ്രശ്നമുണ്ടോ?" എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, "ആ ഇണ്ടെടാ. ഇതേ സെയിം ഇത് തന്നെയാണെന്ന്" പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക അത് രാത്രിയില് കിടക്കുന്നതിന് ഒരു 1 hour മുമ്പേ ആയിട്ട് അത് കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. എന്റെ മുഖത്തൊരു ഡിഫറൻസ് വന്നിട്ടില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉം. അന്ന് നമ്മളിത് സംസാരിച്ചു പോയപ്പം നമ്മളിങ്ങനെ സംസാരിക്കേ പറഞ്ഞു പോയതല്ലേ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ച് വായിച്ചു നോക്കിയിരുന്നു. ബാക്കി സിമ്പിൾ ആയിട്ട് ആ. നമുക്ക് വല്ല ഫുഡ് എന്തെങ്കിലും നല്ലത് എടുത്താൽ ഉം. എന്തെങ്കിലും നമ്മളെ ബോഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഉം. ചെയ്താൽ സ്ലീപ്പ് കൂടുതൽ കിട്ടുമോ എന്ന് നമ്മളിത് പറഞ്ഞു പോയപ്പോ ഒന്ന് വായിച്ചു ഓ. നോക്കി കേട്ടോ. അപ്പൊ കുറെ സിമ്പിൾ ട്രിക്സ് ഉണ്ട്. ഉം. സിമ്പിൾ ട്രിക്സിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിലാട്ടോ ഗ്രീൻ ലീഫി വെജിറ്റബിൾ നമ്മളെ ആ. സ്പിനച്ച് ആ. അത് നമ്മളെ ആമൻസ് ഇല്ലേ ആ. ഇതൊക്കെ റിച്ച് സോഴ്സ് ഓഫ് മെഗ്നീഷ്യം ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആൽമണ്ട്സ് ഒക്കെ രാവിലെ നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ അതിനെ വൈകുന്നേരവും കഴിക്കണം എന്നാണോ പറയുന്നത്? അതോ രാവിലെ കഴിച്ചത് തന്നെ മതിയോ? അല്ല, എനിക്ക് തോന്നുന്നു ആമണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം ഡയറ്റിൽ നിന്ന്. ഓക്കെ. ആമണ്ട് മിൽക്കും നല്ലതാണെന്ന്. ഓ. ഈ ഷോപ്പിൽ നിന്ന് വാങ്ങണല്ല കേട്ടോ പറയുന്നത്, നമ്മൾ ഹോം മെയ്ഡ് ആമണ്ട് മിൽക്ക് അനുഷ്ക ശർമ്മ അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഞാൻ വായിച്ചിട്ടുണ്ട് അനുഷ്ക ശർമ്മയുടെ. ആ. ഉം. അപ്പൊ ആമണ്ട് മിൽക്ക്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ഓ. എത്ര ഈസിലി ഒരു സീസണിൽ നമുക്ക് ചക്ക ഇഷ്ടം പോലെ കിട്ടില്ലേ, വളരെ നല്ലതാണെന്ന്. ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു പൊടി കേരളയില് ഒരാള് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഒരു പൗഡർ ഒക്കെ അതെ കിട്ടുമായിരുന്നു. അതെ അതെ അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് സീസണൽ അല്ലേ? അതെ. അപ്പൊ നമുക്ക് അത് ചപ്പാത്തിയിലൊക്കെ അതും മിക്സ് ചെയ്തിട്ടൊക്കെ ഓ, ഡോ ആക്കിയാലോ? ചെയ്യാലോടോ. ഇതൊക്കെ ആ. ഈസിലി മെഡിസിൻ രൂപത്തിൽ എടുക്കാൻ ഇഷ്ടമില്ല. ചെറിയ ട്രയൽ മതിയെങ്കിൽ നമുക്ക് നമ്മളെ ഡയറ്റ് ഒന്ന് റെഗുലേറ്റ് ചെയ്ത് പോയാ പോരെ. അതെ. അപ്പൊ പിന്നെ നമുക്ക് ആ ഉറക്കമൊക്കെ ശരിയാവുകയും ചെയ്യും. ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം അല്ലേ? തമാശ പോലെ നിന്നെ കളിയാക്കിയെങ്കിലും ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആന്ന് ചില സമയത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോഴാ അറിയുന്ന കേട്ടോ. ഇവിടെ നമ്മളെ സ്ട്രെങ്തനിങ്ങിന് നമ്മൾ ഈ ഓർമ്മ ശക്തി കുറയണു പറയുന്നില്ലേ, ആ. നല്ല ഉറക്കം കിട്ടിയാൽ മെമ്മറി നല്ല ഷാർപ്പ് ആവുന്നു. അപ്പൊ അതായിരിക്കും മിക്കവാറും എനിക്കൊരു മെമ്മറി ഫോഗിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ വേറൊരു സിമ്പിൾ തിങ് അതിൽ എഴുതിയതാണ്, നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോണു, വെയിറ്റ് കുറയണില്ല എന്ന് പലവരും പറയും. നല്ലമായിട്ട് ഉറങ്ങിയാൽ വെയിറ്റിനെ നമുക്ക് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഒശ്ശോ! എന്നാ പിന്നെ ഉറക്ക ഗുളിക കഴിച്ച് കിടന്ന് ഉറങ്ങിയാലോ? എന്താന്നറിയോ? ഞാൻ കുറെ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാ. ഒരു തരി വെയിറ്റ് കുറയുന്നില്ല. എന്നാ യോഗ ചെയ്യുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഉറക്ക ഗുളിക കഴിക്കണ്ട, പക്ഷെ നല്ല ഈ പറഞ്ഞ പോലത്തെ ഫുഡ് ഐറ്റംസ് നമുക്ക് സൂട്ടബിൾ ആയ, പിന്നെ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്താണ് അത് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ കൂടെ കോമ്പിനേഷനിൽ അധികം ട്രാൻസ് ഫാറ്റ് ഒന്നും ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ആവും. ഓഹ്! ഈ ഡാർക്ക് ചോക്ലേറ്റും ഇടയ്ക്ക് ചിലയിടത്തൊക്കെ കേൾക്കാറുണ്ട് ഭയങ്കര ഹെൽത്തി ഫുഡാണെന്ന്. അപ്പം ആ ഡാർക്ക് ചോക്ലേറ്റിലുണ്ടോ കണ്ടു മെഗ്നീഷ്യം? ഡാർക്ക് ആണോ? ചോക്ലേറ്റും ചോക്ലേറ്റ് മിൽക്കും. ഉം. പിന്നെ നമ്മളെ ടെൻഡർ കോക്കനട്ട് ഇടാ ഇളനീര്. ഏഹ്! ആ ഇതൊക്കെ ഇഷ് സുഖമായിട്ട് നമുക്ക് ഇഷ്ടം, ശരിയാണ്, എത്ര വേണമെങ്കിലും അതെ, കുടിക്കാൻ അതെ, പറ്റും. ഇപ്പൊ അതെ. ഡെയിലി ഒരു ടെൻഡർ കോക്കനട്ട് കുടിക്കുക. ഉം. ഇതൊക്കെ സിമ്പിൾ വേ മെഗ്നീഷ്യം ഇൻക്രീസുമായി, നമുക്ക് നല്ല ഉറക്കം കിട്ടി. ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധി കൂടി, ഓർമ്മശക്തി കൂടി, സൗന്ദര്യം കൂടി. കൂടി വെയിറ്റ് കുറഞ്ഞു അല്ലേ. വൗ! പിന്നെ ബോൺസ് സ്ട്രെങ്തൻ ആവും, ഇമ്മ്യൂൺ സിസ്റ്റം ഓഹ്! പെട്ടെന്ന് ഹീലിംഗ് ആവും. അപ്പൊ ഇതൊക്കെ ഡയറക്ട്ലി എന്താ പറയാ കണക്റ്റഡാ അല്ലേ സ്ലീപ്പായിട്ട്, ഒരാളുടെ അതെ. സ്ലീപ്പായിട്ട്? പിന്നെ ഒരു തമാശ കേൾക്കണോ? എനിക്ക് പൊതുവേ നമ്മളിപ്പോ ഭയങ്കര ടെൻഷൻ ആവില്ലേ? ചിലപ്പോ പറയില്ലേ ടെൻഷനായി എനിക്ക് ഉറക്കം വന്നില്ല എന്നൊക്കെ. അപ്പൊ ചില ടൈമിൽ 2-3 കാര്യങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഇതൊന്നും അറിയാണ്ട് എനിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ഞാൻ വേഗം പോയിട്ട് റൂമൊക്കെ ഇത്തിരി ഡാർക്ക് ആക്കിയിട്ട് ചിലപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങി നീക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് നല്ല ഫ്രഷ് ആയിട്ട്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള സയന്റിഫിക് റീസൺ എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന ഉറങ്ങാൻ പറ്റിയാൽ ആ എല്ലാ അൺനെസസറി സ്ട്രെസ്സിനെ ഒന്ന് കുറച്ച് നമ്മൾ എണീറ്റ് വരുമ്പം
ഇത്തിരി ഫ്രഷ് തോന്നുന്നു. ആവുന്നു. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം നമ്മൾ ഈ കിടന്ന ഒരു 7 to 8 hours ഉറങ്ങുമ്പോൾ നമ്മളുടെ ഈ ഡീടോക്സിഫിക്കേഷനും ഒക്കെ നടക്കുമല്ലോ ബോഡിയിൽ. അതൊക്കെ കൂടെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പിറ്റേ ദിവസം നല്ലൊരു ഉറക്കത്തിന് ശേഷം പിറ്റേ ദിവസം എണീക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് എണീക്കുന്നതും നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് തോന്നാറില്ലേ? ഉറക്കം ശരിയല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അയ്യോ എനിക്ക് വയ്യ, എനിക്കത് ചെയ്യാൻ വയ്യ, എനിക്കിത് ചെയ്യാൻ വയ്യ, അങ്ങനത്തെ ഒരു തോട്ടാണ്. പക്ഷെ ഏതെങ്കിലും ദിവസം നന്നായിട്ട് ഉറങ്ങിയോ രാവിലെ എണീക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ചാടി എണീക്കുന്നത്. എന്നിട്ട് എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ചോദിക്കും, "മമ്മ, മമ്മ എങ്ങനെയാ മമ്മ ഈ രാവിലെ ഇങ്ങനെ ചാടി എണീറ്റ് എല്ലാം ചെയ്യാൻ പറ്റുക?" അവർക്കൊക്കെ ഒരു ഒരു ടൈം എടുക്കും. ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിയുമ്പോഴേ ഒന്ന് റെഗുലർ റുട്ടീനിലേക്ക് വരാൻ പറ്റുള്ളൂ. ഉം. ചിലപ്പം നല്ല ഉറക്കം കിട്ടുന്ന ആയിരിക്കും. ദിവസമായിരിക്കും. അപ്പൊ നിന്റെ മെഗ്നീഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ നന്നായി വർക്ക് ചെയ്ത് രാവിലത്തേക്ക് നീ ആകെ ഫ്രഷ് ആയി എണീക്കുന്നുണ്ട്. അതെ 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 അപ്പൊ എന്തായാലും ആനപ്പുറത്തെ ഉറക്കം എന്ന് പറഞ്ഞ് തമാശയാക്കിയെങ്കിലും അതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടോ. കറക്റ്റ്. ഒന്ന്, ഞാൻ അപ്പോഴാണ് എന്റെ തോട്ടിൽ ഈ പ്രോസസ്സേ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാലോ. കാരണം നമുക്ക് ഉറക്കമുള്ളവര് ഉറക്കത്തിന്റെ വാല്യൂ അറിയണില്ല. ഇത്തിരി ഉറക്കം കുറയുമ്പോഴാണ് നമുക്ക് അറിയാക്കി ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഇസ്. രണ്ടാമത് നിന്റെ ഫ്രണ്ട് നിന്നെ വിളിച്ചു, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതെ അതെ. അപ്പം ഓൾവേസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നന്നായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നല്ല ഉറക്കവും വരും ഉം. ആൻഡ് നല്ല ഹെൽത്തി ഫുഡും ആയിട്ടിരിക്കുകയും കഴിക്കാം. ചെയ്യും. Okay, so thanks for watching Echoes of Her with Ren and Go. Bye.